ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ആളുകളൊക്കെ അന്വേഷിച്ചു വീഡിയോ കാണാഞ്ഞിട്ട്. വളരെയധികം സന്തോഷം എന്നെ ഓർത്തതിൽ. ജോലി തിരക്കും പിന്നെ കുറച്ചധികം മടിയുമായിരുന്നു ഈ ഒരു ഗ്യാപ്പിന് കാരണം. ഏതായാലും മടിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ വർഷത്തെ സ്കൂൾ തുറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലായിരിക്കും. ഒരുവിധം ആളുകളുടെയൊക്കെ സ്കൂളുകളൊക്കെ തുറന്നിട്ടുണ്ടാകും. പക്ഷേ നമുക്കിവിടെ മക്കൾക്ക് സ്കൂൾ തുറന്നിട്ടില്ല. ഈ വരുന്ന 12-ാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത്. ഇവരെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു വോട്ടെണ്ണൽ പരിപാടികളൊക്കെ. അതുകൊണ്ടാണ് ഇത്ര ഒരു ടൈം കിട്ടിയത്. അപ്പോൾ അതാ സ്കൂൾ തുറക്കായതുകൊണ്ട് തന്നെ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടി വന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മാസത്തേക്കുള്ള മന്ത്ലി ഗ്രോസറിയും കൂടി ഇങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മാസം തുടക്കമാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ മാസവും മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനൊരു ഗ്രോസറി ചെയ്യാറുള്ള ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ കേട്ടോ, കേടുവരാത്ത സാധനങ്ങളൊക്കെ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ മുമ്പേ കാണിച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പോയത്. ഇപ്രാവശ്യം കുറച്ചധികം സാധനങ്ങളുണ്ട്. മക്കളെ സ്കൂൾ തുറപ്പായതുകൊണ്ട് ബുക്സ് ഉണ്ട്, പിന്നെ അവർക്ക് വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളും എല്ലാം ഉണ്ട്. ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും 1-2 സാധനങ്ങളൊന്നും കിട്ടാതെ വന്നു കേട്ടോ. അപ്പോൾ ബുക്സിന് ലിസ്റ്റ് നേരത്തെ സ്കൂളിൽ നിന്ന് വിടുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ ടെൻഷൻ ഇല്ല. അതവിടെ പോയി പറഞ്ഞു കൊടുത്താൽ അവർ എടുത്ത് തരും. പിന്നെ ബാഗും കിറ്റും ഒന്നും ഇപ്രാവശ്യം വാങ്ങുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മെല്ലെ കൊണ്ട് കട്ടാക്കിയിട്ടുണ്ട്. ബുക്സ് മാത്രമല്ലല്ലോ, ഇവർക്ക് വേണ്ട സ്റ്റേഷനറി ഐറ്റംസ് തന്നെ ഉണ്ട് ഒരു ലോഡ്. അതൊക്കെ ഒപ്പിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായി പോവുക. അപ്പോൾ എല്ലാം ഞാൻ ആദ്യം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പെൻസിൽ ഞാൻ ബോക്സാണ് എടുക്കുക. ഞാൻ എല്ലാ വർഷവും ബോക്സാണ് എടുക്കാറ്. അത് വർഷാവസാനം ആകുമ്പോൾ ഒരു 2-3 ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം അതേപോലെ റബ്ബറും ഒരു ബോക്സ് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചതുണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ലാഭവും ഉണ്ടാകും. ഇത് തീർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങാൻ ഓടേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ എല്ലാം കുറച്ച് തോനെ അങ്ങോട്ട് വാങ്ങി വെക്കണം കേട്ടോ. പിന്നെ കളറുണ്ട്. ഇവർക്ക് ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ഈ പെൻസിൽ കളറും ക്രയോൺസും ഒക്കെ ആവശ്യമുണ്ട്. അതും എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് പിന്നെ മോന് ചാർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പം എന്തെങ്കിലും സ്കെച്ച് കളേഴ്സും അതൊക്കെ വേണ്ടിയിട്ട്, അപ്പോൾ അതെല്ലാം മിസ്സാവാണ്ട് തന്നെ നമ്മൾ എടുക്കണം. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഈ തിരക്കുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ ചിലപ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ മാസത്തേക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ മന്ത്ലി ഗ്രോസറി എന്ന് പറഞ്ഞിട്ട് മാസം സ്റ്റാർട്ടിങ്ങിൽ പോയി വാങ്ങാം, അതൊന്നും നടക്കാറില്ല കേട്ടോ. ഈ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊക്കെ ഒരു കഥയാണ്. അപ്പോൾ അത് ഞാൻ പിന്നെയൊന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു സംഭവം. ഇത് സാധനങ്ങൾ ഇടയ്ക്ക് തീരും, പിന്നെ ഓരോന്ന് വിളിച്ചു പറയും, ചിലപ്പം കിട്ടൂല, ചിലപ്പം മറന്നു പോവും. അപ്പം സാധനങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാത്തൊരു അവസ്ഥ വല്ലാണ്ട് അലട്ടിയപ്പോഴാണ് ഞാൻ രണ്ടാമത് ഇതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് മന്ത്ലി ഗ്രോസറിയിൽ നമ്മൾ കേടുവരാത്ത കുറേ ധാന്യങ്ങൾ, ഓയിൽ, വെളിച്ചെണ്ണ, പിന്നെന്താ അതേപോലത്തെ കേടുവരാത്ത സാധനങ്ങളാട്ടോ ഞാൻ അധികം വാങ്ങി വെക്കുക. പിന്നെ അത്യാവശ്യം ഈ ഒരാഴ്ചത്തേക്ക് വേണ്ട പച്ചക്കറി സാധനങ്ങളും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അന്ന് നൈറ്റാണ്. പിന്നെ പോയി വന്നപ്പോൾ പിന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെയൊക്കെ നിന്നു. പിന്നെ ഏകദേശം വൈകുന്നേരം രാത്രി സമയമാണത്. അപ്പോഴാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. കോഴിമുട്ട ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് തുണിയിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മളെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ, ഞാൻ സാധാരണ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ സാമ്പാർ കഷ്ണം, ഈ 1 കിലോൻ്റെ സാമ്പാർ കഷ്ണം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങെടുത്തു. അപ്പം നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല ഈസിയാണ്. നമ്മളെപ്പോലെയുള്ള ഈ തിരക്കുള്ള ആളുകൾക്കൊക്കെ നല്ല സുഖമുള്ള പരിപാടി കേട്ടോ അത്. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾ ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ബീട്രൂട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഈ ആഴ്ച എന്തായാലും സ്കൂൾ തുറക്കൂല, അടുത്ത ആഴ്ചയായിരിക്കും നമുക്ക് ഇവിടെ സ്കൂൾ തുറക്കുന്നത്. അപ്പം അടുത്ത ആഴ്ചത്തേക്കുള്ള പച്ചക്കറിയിലാക്കാണ് മക്കൾക്ക് സ്കൂളിലേക്കുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഈ ആഴ്ചത്തേക്കും കൂടിയുള്ള അല്ലറ ചില്ലറ പച്ചക്കറികൾ, പിന്നെ കേടുവരാത്ത പച്ചക്കറികൾ, അങ്ങനത്തൊക്കെയാണ് ഞാൻ കുറച്ച് തോനെ വാങ്ങിയിട്ടുള്ളത്. ഉള്ളി ഞാൻ എപ്പം വാങ്ങുമ്പോൾ 1 കിലോ വാങ്ങിയേക്കും. ഉള്ളിക്ക് നല്ല ചിലവാണ്.
ഉള്ളി ഞാൻ ഇതേപോലെ ഒരു നെറ്റിൻ്റെ ബാഗിലാട്ടോ ഇട്ട് വെക്കൽ. ഈ ബാഗ് ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഉപകാരം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ഒരു ഉള്ളിക്കൊട്ട ഉണ്ട് ഇവിടെ എനിക്ക്. ഈ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ചെറിയുള്ളി, ഉരുളക്കിഴങ്ങ്, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈമലാണ് ഇട്ട് വെക്കാറ്. ബാഗിൽ ഇട്ടേക്കുന്നതിൻ്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മളെങ്ങനെ ആയാലും അതിൻ്റെ മുകളിലൊരു തോലുണ്ടല്ലോ, ഉള്ളിൻ്റെ മുകളിലൊക്കെ ഒരു തോല് വരാണ്ട്, അതൊക്കെ വീണിട്ട് ഈ ഉള്ളിക്കൊട്ടയുടെ അടിഭാഗത്തൊക്കെ പൊടി പിടിച്ചായിട്ട് കാണലുണ്ട്. ഇത് വെച്ചതിന് ശേഷം ആ ഭാഗം നല്ല വൃത്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്ന മാതിരി തോന്നും. പിന്നെ അതാ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഞാൻ എല്ലാം കൂടി ഒന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ വെജിറ്റബിൾ ബോക്സ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ പച്ചക്കറി എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ ധാന്യങ്ങൾ, കേടുവരാത്ത സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ബാത്താക്കിയതിന് ശേഷം കേട്ടോ ഇതൊക്കെ ഞാൻ പുറത്തോട്ടേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഉണങ്ങാൻ വെച്ചിട്ടുള്ള കോഴിമുട്ട നല്ലോണം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഈ കഴുകി വെച്ചിട്ട് ആ വെള്ളത്തോടെ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, കഴുകിയിട്ടും ആ കോഴി കഷ്ടത്തിൻ്റെ ആ ഒരു ചെറിയൊരു കറ അതിൻ്റെ മുകളിലുണ്ട്. ബൾക്കായിട്ട് സാധനം എടുക്കുന്നിടത്ത് നിന്ന് വാങ്ങുമ്പം ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, നമുക്ക് ഇതിൻ്റെ മുകളിൽ നിറയെ ഈ കോഴിക്കാഷ്ടം ഇങ്ങനെ കിടക്കുന്ന കാണാം. അപ്പം അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉരതിയിട്ട് ഞാൻ വെള്ളം വാലാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വേറെ അല്ലറ ചില്ലറ പണികളെയും കൊണ്ടാണ് ഇങ്ങനെ നേരം വൈകുന്നത് കുളിക്കാനായിട്ട്. അപ്പോൾ അതാ ബാക്കി വാങ്ങിയ സാധനങ്ങൾ, ഇതിപ്പം ഹാൻഡ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ വാങ്ങുന്നത് നമുക്ക് കുറച്ചും കൂടി ലാഭമാണ് കേട്ടോ. പിന്നെ മഴക്കാലമൊക്കെയാണ്, മുതിര വാങ്ങി, കുറച്ച് ജീരകം, പിന്നെ ചെറുപയർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, ഇത് റവയാണ്. പിന്നെ കടല വാങ്ങിച്ചു. പിന്നെ മെയിനായിട്ട് വാങ്ങിയത് ചപ്പാത്തിപ്പൊടിയും പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമ്മൾ നല്ലോണം ഡെയിലി വേണം, കാക്ക ഡെയിലി ചപ്പാത്തിയാണ് കഴിക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് അത് വാങ്ങിയത്. പിന്നെ അതാ നമ്മളെ സാധനങ്ങൾ, അതായത് ധാന്യങ്ങളൊക്കെ ഒന്ന് പെട്ടിയിലാക്കുകയാണ്, ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പം ഓൾറെഡി അതിനകത്ത് നിങ്ങൾക്ക് കാണാം അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അപ്പം അതിലേക്കൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാണ്. അപ്പം പാത്രം വൃത്തിയുണ്ട്, കഴുകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. വൃത്തിയുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത, അല്ലെങ്കിൽ കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ നിറയ്ക്കാറുള്ളൂ. അപ്പോൾ ഇത് റവയാണ് കേട്ടോ. റവ നമ്മൾ ഇടയ്ക്ക് ഉപ്പുമാവ് വയ്ക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പുമാവ്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന സാധനം നമ്മളൊരു പേപ്പറിലേക്ക് മാറ്റിയിട്ട് പുതിയ സാധനം നമ്മൾ ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഈ പഴയത്. അപ്പോൾ നമ്മൾ ഇനി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി അതിനകത്തുള്ള സാധനം എടുക്കും, അത് പിന്നെയും അടിയിൽ തന്നെ കിടക്കില്ല കേട്ടോ. ആ ഒരു ടെക്നിക്ക്, ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എൻ്റെ അമ്മയാണ് എനിക്കിത് പറഞ്ഞത്. ആദ്യമൊന്നും ഇങ്ങനത്തെ ഒരു കാര്യമേ ചിന്തിക്കാറില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അടി കിടക്കുന്നത് എത്ര ദിവസം അത് അടിയിൽ തന്നെ കിടക്കും, അപ്പോൾ അതുകൊണ്ട് അത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ അടുത്ത യൂസിൽ തന്നെ അതങ്ങ് എടുത്തു പോകും, പിന്നെ നമ്മൾ ഫ്രഷ് സാധനം തന്നെയാണല്ലോ കിട്ടുക. ആ ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ അത് ടിപ്പൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ അതാ ബാക്കി സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തൊക്കെയാണ്. ചായപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഫില്ല് ചെയ്തു. പിന്നെ അതാ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടുമ്പോൾ വെളിച്ചെണ്ണ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. പിന്നെ ഞാൻ വീട്ടിലധികം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിലിനേക്കാളും മറ്റു ഓയിലുകളെക്കാളും എന്തുകൊണ്ടും നല്ലത് വെളിച്ചെണ്ണയാണ്. ഈ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സ്നാക്സ് പൊരിക്കുക, പൂരി പൊരിക്കുക, പപ്പടം കാച്ചുക, അങ്ങനത്തേനാണ് ഞാൻ മെയിനായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഓയിലും വേണം കേട്ടോ, ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ കുക്കിങ്ങിന് ഞാൻ വെളിച്ചെണ്ണ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നല്ലതാണ്, നല്ല ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്തു. ഇനി എല്ലാം അതാത് സാധനത്തേക്ക് തന്നെ മാറ്റുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് കൊണ്ടില്ല, 1 ലിറ്റർ ഉണ്ടായിരുന്നു, അത് കൊണ്ടില്ല. അപ്പം ഞാൻ ബാക്കിയുള്ളത് അതേപോലെ ഈ ക്ലിപ്പ് കണ്ടോ, ഈ ക്ലിപ്പ് ഭയങ്കര യൂസ്ഫുള്ള സാധനമാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കി റാക്കിലേക്ക് വെച്ചു. ഇതാണ് ഇനി ബാലൻസ് വന്ന സാധനങ്ങൾ, ഒരുപാടുണ്ട്. ഇപ്പോൾ ഇതിനി പരിപ്പും ഉഴുന്നൊക്കെ ആ പാത്രം ഫുള്ളായതുകൊണ്ടാണ് ഇനിയിപ്പോൾ അത് ഞാൻ മാറ്റി വെക്കണത്. അപ്പോൾ അതെന്തായാലും കഴിയുമ്പോൾ നമുക്ക് എന്തായാലും 1 മാസത്തേക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ. ഈ പരിപ്പൊക്കെ നമുക്ക് നല്ലോണം ഉപയോഗമുള്ള സാധനമാണ്. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ചധികം വാങ്ങിയത് തന്നെയാണ് കേട്ടോ.
പിന്നെ അതാ ഈ ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതായത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ കണ്ടെയ്നറിലേക്ക് ഇട്ടേക്കാനൊന്നും, ചിലപ്പം കണ്ടെയ്നറിനേക്കാളും വെക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അടുത്തത് വാങ്ങാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക്, അപ്പോൾ അങ്ങനെ അതിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാനിത് ഫോളോ ചെയ്യുന്നത്. എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സിങ്കിൻ്റെ ചോട്ടിലാണ് ഇത് സൂക്ഷിക്കുന്നത്. അപ്പം പാറ്റ കൂറൊന്നും വരുന്ന ആ ഒരു ടെൻഷനും ഇല്ല. പിന്നെ അതാ നമ്മളെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തത് കൂടിയിട്ട് നമ്മുടെ ഈ ഗ്രോസറി ഓർഗനൈസിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതുവരെ ബൈ ബൈ.